അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയമുള്ള സഹോദരന്മാരെ, ഒരു അമേരിക്കൻ എഴുത്തുകാരിയും സൈക്കോളജിസ്റ്റുമായ ഒരു ഗ്രന്ഥകാരി യു ക്യാൻ ഹീൽ യുവർ ലൈഫ് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ ഈ ലോകത്തോട് ഒരു തിയറി പഠിപ്പിക്കുന്നുണ്ട്. അവർ പങ്കുവെക്കുന്ന ഒരു സന്ദേശം, വാട്ട് വി ഗീവ് ഔട്ട് വി ഗെറ്റ് ബാക്ക്. നമ്മൾ എന്താണോ ജനങ്ങൾക്ക് കൊടുക്കുന്നത് അതാണ് നമുക്ക് തിരിച്ചു ലഭിക്കുന്നത് എന്നതാണ് ആ സന്ദേശം. സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ വിവിധ റോളുകൾ വഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. കുടുംബങ്ങളിൽ രക്ഷിതാവായി, അതല്ലെങ്കിൽ അധ്യാപകനായി, ഉടമയായി, തൊഴിലാളിയായി, സഹോദരനായി, ഭർത്താവായി, ഇങ്ങനെ വിവിധ പദവികൾ അലങ്കരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു തത്വമാണിത്. നമ്മൾ ഇടപാടുകൾ നടത്തുന്ന, ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നുവോ, നമ്മുടെ വാക്കുകൾ, ഇടപെടലുകൾ, പ്രവർത്തനങ്ങൾ ഏത് തോതിലാണോ അതനുസരിച്ചാണ് നമുക്കും തിരിച്ചു ലഭിക്കുന്നത്. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് മേൽപോട്ടെറിയുന്ന പന്തുകളെ പോലെയാണ്. കുറച്ച് കഴിയുമ്പോൾ അത് നമ്മിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട്. നമ്മൾ പറയുന്ന വാക്കുകൾ അത് എറിഞ്ഞു പോയ കല്ലുകളെ പോലെയാണ്. നമ്മളത് എറിയലോടുകൂടെ കല്ലുകൾ നമ്മിൽ നിന്ന് വിട പറയുന്നത് പോലെ നമ്മുടെ വാക്കുകൾ പറഞ്ഞു കഴിയലോടുകൂടെ നമ്മളും വാക്കുകളും തമ്മിൽ വിട പറയുന്നു. അത് പതിക്കേണ്ടിടത്ത് അത് പതിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, നമ്മൾ എങ്ങനെയാണോ മറ്റുള്ളവർ നമ്മളോട് ഇടപെടേണ്ടത്, മറ്റുള്ളവർ എങ്ങനെയാണ് നമ്മളോട് പെരുമാറേണ്ടത് എന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അതുപോലെയായിരിക്കണം നമ്മുടെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ. നമ്മളൊരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരപരിചിതനായ ഒരു വ്യക്തി കടന്നു വരികയാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തോട് അങ്ങോട്ട് പുഞ്ചിരിച്ചാൽ തിരിച്ചു നമുക്ക് ലഭിക്കുന്നത് പുഞ്ചിരിയാണ്. അതല്ല, നമ്മൾ അദ്ദേഹത്തോട് ഒരു അവഗണനയോടുകൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ തിരിച്ചു ലഭിക്കുന്നതും അവഗണനയാണ്. അതുകൊണ്ട് വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, പകയുടെ അടയാളങ്ങളാണ് ഒരാളിൽ നിന്ന് രൂപപ്പെടുന്നതെങ്കിൽ അയാൾക്ക് തിരിച്ചു ലഭിക്കുന്നതും വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, പകയുടെ പ്രകടനങ്ങളാണ് തിരിച്ചും ലഭിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യവിശ്വാസത്തിൻ്റെ പരിപൂർണതയായിട്ട് സൽസ്വഭാവത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. നിങ്ങളുടെ കൂട്ടത്തിലെ ഈമാൻ പരിപൂർണമായവൻ അത് നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളോട് നല്ല രൂപത്തിൽ പെരുമാറുന്ന, ഇടപഴകുന്ന, അതല്ലെങ്കിൽ സൽസ്വഭാവത്തോടുകൂടെ ഇടപെടാൻ കഴിയുന്നവരാണെന്ന് ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു ഹദീസിലൂടെ പറയുന്നു, ഹസൻ, നിങ്ങൾ ജനങ്ങളോട് എത്രമാത്രം നിങ്ങൾക്ക് സൽസ്വഭാവത്തോടുകൂടെ പെരുമാറാൻ കഴിയുമോ അതേ രൂപത്തിൽ പെരുമാറണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. സ്വഭാവം എന്ന് പറയുന്നത് അത് നമ്മുടെ പെരുമാറ്റത്തിലൂടെ, ഇടപെടലിലൂടെ, വാക്കുകളിലൂടെയാണ് അത് പ്രതിഫലിപ്പിക്കേണ്ടത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ മർറൂ ബി ജനാസത്തിൻ ഫഅസ്നൂ അലൈഹാ ഖൈറ, ഒരു ജനാസക്കരികിലൂടെ പോകുമ്പോൾ സ്വഹാബത്ത് ആ ജനാസയിൽ കിടക്കുന്ന അല്ലെങ്കിൽ അതിലെ മയ്യത്തിനെ കുറിച്ച് നല്ല വാക്കുകൾ പറയുന്നു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് അവരെല്ലാവരും ആ മരിച്ചു കിടക്കുന്ന അതല്ലെങ്കിൽ മയ്യത്ത് കട്ടിലിൽ കൊണ്ടുപോകുന്ന വ്യക്തിയെ പുകഴ്ത്തുന്നത് കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വജബത്ത്, അദ്ദേഹത്തിന് നിർബന്ധമായി കഴിഞ്ഞിരിക്കുന്നു. അതേസമയം തന്നെ മറ്റൊരു ജനാസക്കരികിലൂടെ മറ്റൊരു സമയം അവർ കടന്നു പോകുമ്പോൾ ആ മയ്യത്തിനെ കുറിച്ച് ആളുകൾ മോശമായത് പറയുമ്പോൾ നബി തങ്ങൾ പറയുന്നു, വജബത്ത്, അദ്ദേഹത്തിന് നിർബന്ധമായിരിക്കുന്നു. സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, നബിയെ, രണ്ട് സമയത്തും അങ്ങ് വജബത്ത്, നിർബന്ധമായിരിക്കുന്നു എന്നാണല്ലോ അങ്ങ് സൂചിപ്പിച്ചത്, അതിൻ്റെ പൊരുൾ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ആദ്യത്തെ വ്യക്തിയെ കുറിച്ച് നിങ്ങൾ എല്ലാവരും
നല്ലത് പറഞ്ഞതുകൊണ്ട് നിങ്ങളൊക്കെ അദ്ദേഹത്തിന് സാക്ഷികളാണ്, അദ്ദേഹത്തിന് സ്വർഗം നിർബന്ധമായിരിക്കുന്നു. അതേസമയം രണ്ടാമത്തെ വ്യക്തിയെക്കുറിച്ച് നിങ്ങളൊക്കെ മോശമായി പറഞ്ഞതുകൊണ്ട് നിങ്ങളൊക്കെ അദ്ദേഹത്തിന് സാക്ഷികളാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് നരകവും നിർബന്ധമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ മരിച്ചു കിടക്കുന്ന വ്യക്തിയെക്കുറിച്ച് 3-4 ആളുകൾ പുകഴ്ത്തി പറഞ്ഞു, അതല്ലെങ്കിൽ തീരുമാനമെടുത്ത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലല്ല അവർക്ക് സ്വർഗം നിർബന്ധമായി തീരുന്നത്. മറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വാക്കുകൾക്ക്, പ്രവർത്തനങ്ങൾക്ക്, ഇടപെടലുകൾക്ക് അവർ സമകാലികരായ ആളുകൾ സാക്ഷ്യം വഹിക്കുകയാണ്. അങ്ങനെയാണ് ഒരാളെ കുറിച്ച് ആത്മാർത്ഥമായ പുകഴ്ത്തലുകൾ ഉണ്ടാകുന്നത്. അതല്ലെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കിൽ, പ്രവർത്തനങ്ങളിൽ, ഇടപെടലുകളിൽ ജനങ്ങൾക്ക് പ്രയാസപ്പെടുന്ന വാക്കുകളാണെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അത് മോശമായ വാക്കുകളായിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമകാലികർ അദ്ദേഹത്തിൻ്റെ സാക്ഷികളാണ് എന്നതാണ് ഈ ഹദീസിലൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. നമ്മളിപ്പോൾ പകരന്തിയോളം നോമ്പ് അനുഷ്ഠിക്കുന്നവരാണ്. ഈ നോമ്പ് അനുഷ്ഠിക്കുന്നതിൻ്റെ തത്തുല്യമായ പ്രതിഫലം ഒരു സൽസ്വഭാവം കൊണ്ട് നേടിയെടുക്കാം എന്ന് വരെ ഹദീസിലൂടെ പഠിപ്പിക്കുന്നു. നബി തങ്ങൾ പറയുന്നു, ഇന്നൽ അബ്ദ ലയബ്ലുഗു ബിഹുസ്നി ഖുൽഖിഹി ദറജത സ്വാഇമി അൽ ഖായിമി. രാത്രിയിൽ മുഴുക്കയും നമസ്കരിക്കുന്ന, പകലന്തിയോളം നോമ്പനുഷ്ഠിക്കുന്ന ഒരാളുടെ പദവിയിലേക്ക് ഒരടിമ സൽസ്വഭാവം കൊണ്ട് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊക്കെ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് നമ്മൾ വഹിക്കുന്ന റോളുകൾ, നമ്മൾ പിതാവാകുമ്പോൾ, രക്ഷിതാവാകുമ്പോൾ, അധ്യാപകനാകുമ്പോൾ, സമൂഹത്തിന്റെ ഏത് റോളുകളിലാണ്, സഹോദരനാകുമ്പോൾ, ഭർത്താവാകുമ്പോൾ, ഏത് റോളുകൾ വഹിക്കുന്നവരാണെങ്കിലും ആ റോളിൽ അതിൻ്റെ ബന്ധപ്പെട്ടവരുമായി നമ്മൾ എന്താണോ അങ്ങോട്ട് കൊടുക്കുന്നത് അതേ നാണയത്തിലാണ് അവരിൽ നിന്ന് തിരിച്ചു ലഭിക്കുന്നത് എന്നതാണ് ഈ തത്വം. അതുകൊണ്ട് നമ്മുടെ സ്വഭാവമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ വിശുദ്ധ മാസം വിട പറയുന്നതിന് മുമ്പ് കൂടുതൽ സംസ്കരിക്കേണ്ടത്. വഖാലിഖിന്നാസ ബിഖുലുഖിൻ ഹസൻ, ജനങ്ങളോട് നിങ്ങൾ പരമാവധി സൽസ്വഭാവത്തിൽ പെരുമാറുക എന്ന തത്വം മുറുകെ പിടിച്ച് ജീവിതം സംശുദ്ധമാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം പറയുന്ന വാക്കുകളിൽ, പ്രവർത്തനങ്ങളിൽ, ചിന്തകളിലൊക്കെ വന്നു പോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞ് വിവിധ മക്ബറകളിൽ കഴിയുന്നവർ, നമ്മുടെ പള്ളിക്ക് ചുറ്റും വിശ്രമിക്കുന്നവർ എല്ലാവരിലേക്കും അള്ളാഹു ഈ വിജ്ഞാനവേദിയുടെ മിസ്ൽ സവാബ് എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികളായി കഴിയുന്ന പല ആളുകളുമുണ്ട്. അള്ളാഹു എല്ലാവർക്കും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.